MTN News, Malayalam Television Network. അതെ, കേരളത്തിൽ നിന്ന് ഇത്തവണ ഹജ്ജിന് പോയ നമ്മുടെ ഹാജിമാർ, ഹജ്ജ് തീർത്ഥാടകർ 13,828 പേരാണ് ഇവിടെ നിന്ന് ഹജ്ജിന് പോയത്. കണ്ണൂരിൽ നിന്നും ഈ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും നെടുമ്പാശ്ശേരിയിൽ നിന്നുമായിട്ടാണ് പോയത്. അതിൽ 8 പേർ അവിടെ വെച്ച് ഈ ഹജ്ജ് വേളയിൽ മരണപ്പെടുകയും ഒരാളിപ്പോൾ ട്രീറ്റ്മെൻറ്റിലുണ്ട്. അത് കഴിച്ച് ബാക്കി എല്ലാവരും നാട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. കഴിഞ്ഞ 11-നാണ് എറണാകുളത്ത് നെടുമ്പാശ്ശേരിയിൽ ആദ്യ ഹജ്ജ് മടക്കയാത്ര വിമാനം എത്തിയത്. അവരെ ഞങ്ങളവിടെ പോയി, ചെയർമാൻ ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും കൂടി സ്വീകരിച്ചു. തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ 10 ദിവസത്തോളം വിവിധ ഫ്ലൈറ്റുകളിലായി അവിടെ ഹാജിമാർ തിരിച്ചെത്തി. ഇവിടുത്തെ കോഴിക്കോട് എയർപോർട്ടിലെ ലാസ്റ്റ് ഫ്ലൈറ്റാണ് ഇന്ന് വന്നത്. ഇനി കണ്ണൂരിൽ 1-ാം തീയതി വരെ ഒരു 3-4 ഫ്ലൈറ്റിന് കൂടി കുറച്ച് ഹാജിമാർ തിരിച്ചെത്താനുണ്ട്. ഈ പ്രാവശ്യം ഹജ്ജിന് പോയവർക്ക് ഒക്കെ നല്ല അനുഭവമാണ് പറയാനുള്ളത്. എല്ലാ നിലക്കുള്ള പരിചരണവും പരിഗണനയൊക്കെ ലഭിച്ചു. കർമ്മങ്ങളൊക്കെ നന്നായി ചെയ്യാൻ സാധിച്ചു. ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഹാജിമാർ പറയുന്നത്. പിന്നെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി നൽകിയിരുന്ന ഒരു സ്മാർട്ട് വാച്ചിനെ സംബന്ധിച്ചൊരു ആക്ഷേപമുണ്ട്. അത് വേണ്ട വിധം പ്രവർത്തിച്ചില്ല, ഉപയോഗപ്പെട്ടില്ല എന്ന്. അത് ഞങ്ങൾ ഇതിനകം തന്നെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ സിഒയെ വിളിച്ച് ആ പരാതി അതിശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കൊടുത്ത വാച്ച്, നിങ്ങൾ പണം ഈടാക്കി കൊടുത്ത ഈ വാച്ച് ഹാജിമാർക്ക് വേണ്ടത്ര പ്രയോജനം അതുവഴി ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഭാവിയിലത് തിരുത്താനും ഇപ്പോൾ തന്നെ എന്തെങ്കിലും റെമഡി ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹജ്ജ് എന്ന് പറയുന്നത് ഒരു വർഷത്തിലെ 1-2 മാസമാണ് നമ്മൾ കാണുമ്പോൾ ഹജ്ജിന് പോകുന്നതും വരുന്നതും. അതിൻ്റെ ചുമതലയുള്ള ഒരാളെന്ന നിലയിൽ ബഹുമാനപ്പെട്ട ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനുണ്ട്. സത്യത്തിൽ വർഷത്തിലെ എല്ലാ സമയത്തും അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഹാജിമാർ തിരിച്ച് എത്തുന്നേ ഉള്ളൂ. ഇതിനു മുമ്പ് തന്നെ അടുത്ത വർഷത്തെ ഹജ്ജിന് വേണ്ടിയുള്ള വോളണ്ടിയർമാരെയും ട്രെയിനർമാരെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ അപേക്ഷ കൊടുത്തു തുടങ്ങി. അപ്പോൾ ഈ രീതിയിൽ എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ ഹാജിമാർ ഇന്ത്യയിൽ ഉള്ളത് ഈ കേരള സംസ്ഥാനത്താണ്. അപ്പോൾ അതിന് നമ്മൾ കൂടുതൽ സൗകര്യങ്ങൾ, അവർക്ക് പോയി വരാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. കോഴിക്കോട് എയർപോർട്ടിൽ ഒരു കാലത്ത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ ഈ പരിസരത്ത് നിന്നാണല്ലോ, മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നാണല്ലോ പോയിരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ഹജ്ജ് എംബാർക്കേഷൻ പോയിൻറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, നമ്മുടെ റൺവേയുടെ വീതി കുറവൊക്കെ ആയിട്ട് കുറച്ച് വർഷങ്ങളായി എണ്ണം കുറവാണ്. അപ്പോൾ ആ പ്രവൃത്തികൾ ഒരു 1.5 വർഷം കൊണ്ട് പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പഴയ അവസ്ഥയിലേക്ക് തന്നെ കോഴിക്കോട് എയർപോർട്ടിന് എത്താൻ സാധിക്കും. കണ്ണൂരിലെ എയർപോർട്ടിലും നല്ല സംഖ്യ ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ അവിടെയും ഹജ്ജ് കമ്മിറ്റി, ഹജ്ജ് ഹൗസും മറ്റ് സംവിധാനങ്ങളൊക്കെ അവിടെയും ഇപ്പോൾ അതിൻ്റെ തുടക്കം കുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ആഗ്രഹം നെടുമ്പാശ്ശേരിയിലും ഇങ്ങനെ ഒരു സംവിധാനം ഈ ഹാജിമാർക്ക് പോകാനും അതിനു വേണ്ട ഒരു ഹജ്ജ് ഹൗസ് സംവിധാനം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പും അതുപോലെ തന്നെ ഹജ്ജ് വകുപ്പും എല്ലാം ചേർന്നുകൊണ്ട് ഞങ്ങളതിന് ചില ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതും ഈ സന്ദർഭത്തിൽ ഇവിടെ സൂചിപ്പിക്കുകയാണ്. വന്ന ഹാജിമാരെല്ലാം വളരെ സന്തോഷത്തിലാണ്. ആർക്കും ഒരു വിധത്തിലുള്ള പരാതിയുമില്ല. അവരെ സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ ഒരു വലിയ അനുഭവമാണ്. സത്യത്തിൽ അവർ പോകുന്ന സന്ദർഭത്തിൽ ഞാൻ ഈ ചുമതലയിലില്ല. പിന്നെ ഇപ്പോൾ ഇവരൊക്കെ തിരിച്ചു വരുമ്പോഴേക്ക് ഇവിടെ ഒരു പുതിയ ഗവൺമെൻറ് വരികയും ഇങ്ങനെ ഒരു ചുമതല എൻ്റെ അടുത്ത് എത്തുകയും ചെയ്തു. അതും ഒരു സന്തോഷമുള്ള കാര്യമാണ്. വിദ്യാഭ്യാസ വകുപ്പിനോടൊപ്പം ഈ ഹജ്ജിൻ്റെ കൂടി ചുമതലയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന് അവസരം ഉണ്ടായത്. പിന്നെ ഇവിടെ ഞാൻ പോയ എയർപോർട്ടിൽ 2 എയർപോർട്ടിലും പിന്നെ കണ്ണൂരിലും അത് തന്നെയാണ്. ഇവിടുത്തെ പിന്നെ പോലീസ് സംവിധാനം, അതുപോലെ കസ്റ്റംസ് സംവിധാനം, എയർപോർട്ട് അതോറിറ്റി
CISF ഒക്കെ വളരെ സിൻസിയറായിട്ട് ഒരു ഹാജിക്കും ഒരു പ്രയാസവുമില്ലാതെ അവരുടെ അങ്ങോട്ടുള്ള യാത്രയായാലും ഇങ്ങോട്ട് മടക്കയാത്രയിലായാലും വലിയ സഹായകരമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. അതിന് ഞാൻ ഹജ്ജ് വകുപ്പിൻ്റെ പേരിൽ ഈ എയർപോർട്ട് അതോറിറ്റിയുടെയും CISFൻ്റെയും കസ്റ്റംസിൻ്റെയും ഒക്കെ ഇവിടുത്തെ ഈ കോഴിക്കോട്ടെ ഒഫീഷ്യൽസിനോട് പ്രത്യേകിച്ച് ഇന്നിപ്പോൾ അവരാണ് നമ്മുടെ കൂടെ ഉള്ളത്, അതുപോലെ മറ്റ് 2 എയർപോർട്ടുകളിലെയും ഒഫീഷ്യൽസിനോട് ഞാൻ പ്രത്യേകമായി ഹാജിമാർക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ഹജ്ജ് 2025-നും 2026 ഹജ്ജിനും നേതൃത്വം നൽകിയ ഹജ്ജ് കമ്മിറ്റിയുടെ ഒരു പ്രത്യേക സവിശേഷത എന്താന്ന് പറഞ്ഞാൽ LDF ഗവൺമെൻറ് ഉണ്ടായപ്പോഴും UDF ഗവൺമെൻറ് ഉണ്ടായപ്പോഴും 2 ഗവൺമെൻറ്റിൻ്റെയും നേതൃത്വത്തിൽ വർക്ക് ചെയ്യാനുള്ള അവസരമാണ് ഈ ഹജ്ജ് കമ്മിറ്റിക്ക് ലഭിച്ചത്. LDF വളരെ നന്നായിട്ടാണ് ഹജ്ജ് കാര്യങ്ങൾ എല്ലാം ചെയ്തിരുന്നത്. അതിനേക്കാളും കൂടുതൽ നന്നായി ചെയ്യാനുള്ള സാധ്യതകളാണ് ഗവൺമെൻറ് UDF ആയതുകൊണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ സംവിധാനവും സംരംഭവും കൂടുതൽ ഭംഗിയാക്കാൻ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈ കുറഞ്ഞ സമയത്തിൻ്റെ ഇടയിൽ മിനിസ്റ്റർ ഇടപെട്ടിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലും കൂടുതൽ നന്നായി കാര്യങ്ങൾ ചെയ്യാൻ മിനിസ്റ്ററും ഗവൺമെൻറ്റും ഒക്കെ സഹായിക്കും തന്നെയാണ് ഹജ്ജ് കമ്മിറ്റിയുടെ വിശ്വാസം. അതിനുവേണ്ടിയുള്ള എല്ലാവിധ ആശംസകളും ഞങ്ങൾ മിനിസ്റ്റർക്ക് പ്രത്യേകം നേരുകയാണ്. അപ്പോൾ തൗഫീഖ് ചെയ്യുന്നതാണ്. ഹൃദയം പറയും ആധാർ ഗോൾഡ്, കൊണ്ടോട്ടി, പേരാമ്പ്ര, മഞ്ചേരി, ചെമ്മാട്.